ഹോട്ടലും യൂട്യൂബ് പാചകങ്ങളും അതാണ് ഇന്ന് നമ്മളെ ടോപ്പിക്സ്. ഞാൻ ബുഹാരി, ഫുഡ് ആൽക്കമിസ്റ്റ് ആൻഡ് ഫുഡ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഡെവലപ്പറും കൂടിയാണ്. അതാണ് എൻ്റെ ജോലിയും ബിസിനസ്സും. അപ്പോൾ ഇന്നത്തെ റേഷ്യോ എന്ന് പറയുന്നത്, ഹോട്ടൽ സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് 100-ൽ 90 പൊട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് മാറ്റി ഒരു 50% ഉടനെ ആക്കുക എന്നുള്ളതാണ് എൻ്റെ പരമമായ ലക്ഷ്യം. അപ്പോൾ ഈ യൂട്യൂബിൽ നോക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പ്രവണത ഇന്ന് വളരെ കൂടുതലാണ്. നല്ലതാണ്, അറിവ് കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ യൂട്യൂബിൽ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാവണമെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ചെയ്യുന്ന ആൾക്ക് കാറ്ററിംഗ്, കല്യാണ പരിപാടികൾ, അതിൻ്റെ രീതിയിലേക്ക് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഫുഡ് കുളമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർ ആ ഒരു സ്കെയിലിൽ പരിശീലനം ലഭിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ തീയിൻ്റെ അളവ്, അത് വെക്കുന്ന രീതി, അതിൻ്റെ ക്വാണ്ടിറ്റി കറക്ഷൻ ചെയ്യുന്നതിൻ്റെ രീതി, ഇതൊന്നും അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതേപോലെ യൂട്യൂബിൽ കാണിക്കുന്നത് 3 ആൾക്ക് 5 ആൾക്ക് ഒരു 7 ആൾക്കൊക്കെ കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയിലാണ് മിക്കവാറും റെസിപ്പീസ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ യൂട്യൂബിൽ നോക്കി പഠിച്ച ചില ആളുകൾ എൻ്റെ അടുത്ത് ബിരിയാണി ട്രെയിനിങ്ങിന് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉപ്പിടാൻ മറന്നു നോക്കിയപ്പോൾ യൂട്യൂബ് ചാനലിൽ മൊത്തം നോക്കിയപ്പോൾ അതിൽ ഉപ്പിടാൻ പറഞ്ഞിട്ടില്ല, അവർ മറന്നുപോയി. അതേപോലെ ഇവനും മറന്നുപോയി. ഇങ്ങനെയുള്ള രസകരമായ കാര്യങ്ങളൊക്കെ ഇന്ന് കാണാം. പിന്നെ ഈ മധുരം മിക്സ് ചെയ്തിട്ടുള്ള ഐറ്റംസിന് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തടി കയ്യിൽ കിട്ടും. മറ്റ് ചൂടും അതുപോലെ എരിവും പുളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ ഫിറോസ്ക്ക് പറയണ പോലെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കിട്ടു ടേസ്റ്റ് എന്നൊക്കെ പറയേണ്ട അവസ്ഥയായിരിക്കും. കാരണം നമ്മൾ കഴിച്ചു നോക്കുന്നില്ലല്ലോ എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നുള്ളത്. അപ്പോൾ യൂട്യൂബിൽ നോക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നോക്കിയിട്ട് നമുക്ക് ഹോട്ടലുമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു 4-5 പേർക്ക് ചെയ്യുന്ന രീതിയാണ്. അതുപോലെ തന്നെ ഹോട്ടലുകളിൽ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുന്ന, അതുപോലെ അതിൻ്റെ മേക്കിങ്ങിൻ്റെ രീതികൾ, അവിടെ ഉപയോഗിക്കുന്ന മിക്സികൾ, അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഇതൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ യൂട്യൂബിൽ 4 ഡിഷ് കണ്ടു, ഉടനെ അത് വെച്ചിട്ട് ഞാൻ ഒരു ഹോട്ടൽ ചെയ്യാമെന്നുള്ള ആഗ്രഹമുള്ളവർ, ഹോട്ടലിലെ മോഡ് തന്നെ വേറെയാണ്. അതുപോലെ തന്നെ ആളുകൾ വന്ന് ചോദിക്കുന്ന എൻക്വയറി, ആളുകളിലേക്ക് അത് വിസിബിൾ ആക്കുന്ന രീതി, ഇതൊക്കെ ഡിപ്പെൻഡഡ് ആണ് ഹോട്ടലിലെ ഫുഡ്. അതുപോലെ തന്നെ ഈ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു റെസിപ്പി കയ്യിൽ കിട്ടി എന്ന് പറയുന്നവർ, അവരെപ്പോഴും അത് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അതിനുള്ള ഒരു ടെക്നിക്ക് ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമാണ് അത് വിജയിപ്പിച്ച് എല്ലാ കസ്റ്റമർക്കും കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു റെസിപ്പി മോഡിലേക്ക് മാറ്റിയിട്ട് അവിടെയുള്ള ആളുകളെ പഠിപ്പിച്ച് ചെയ്യാമെങ്കിൽ വലിയ കുഴപ്പമില്ല. അതല്ല എങ്കിൽ നമ്മൾ ബൾക്ക് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഓരോ ബിരിയാണിയുടെ അരിയും വറ്റിക്കുന്ന അരിയൊക്കെ ആണെങ്കിൽ അളവിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ്, തിളപ്പിക്കുന്ന അളവ്, സ്റ്റൗവിൻ്റെ ബർണറിൻ്റെ കണ്ടീഷൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് അത് നല്ലൊരു ഫുഡായി മാറുള്ളൂ. അപ്പോൾ അത് നമ്മളൊരു ഹോം മെയ്ഡ് പ്രോസസ്സിങ് അല്ല. ഈ ഹോട്ടലും അതുപോലെ കാറ്ററിങ്, അത് ഭയങ്കര അന്തരമുണ്ട് ഇതിൻ്റെയൊക്കെ കുക്കിംഗ് സ്റ്റൈലും. അതുപോലെ പിന്നെ യൂട്യൂബിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിച്ചു നോക്കുന്നില്ല. നമ്മൾ വെച്ച് നോക്കിയാലും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും, പക്ഷെ അതന്നെ അളവിലേക്ക് മാറ്റി അല്ലെങ്കിൽ അടുത്ത ദിവസം വെക്കുമ്പോഴും അത് കറക്റ്റായിട്ട് വരില്ല. പിന്നെ യൂട്യൂബിലുള്ള പ്രശ്നം, യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഓരോന്ന് ഇട്ടിട്ട് പോവുക. അപ്പോൾ ഓർമ്മയിലുണ്ടാവില്ല. അപ്പോൾ കുക്കിങ്ങിൻ്റെ പല കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോകാനും മറന്നു പോകാനുള്ള ഒരുപാട് സാധ്യതകൾ അതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പല ബിരിയാണികളും കാണിക്കും, പല സാധനങ്ങളും കാണിക്കും. ഇന്ന അരി ഇടുക, ഈ അരിയിൽ തന്നെ എത്ര വിഭാഗങ്ങളുണ്ട്, പഞ്ചസാരയിൽ തന്നെ എത്ര വിഭാഗങ്ങളുണ്ട്. ഇതൊന്നും അറിയാതെ ഇരിക്കും ഇയാൾ കുക്കിങ്ങിലേക്ക് അടക്കുകയും അതിൻ്റെ വലിയ പാഷനനുസരിച്ച് സ്വമേധയാ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ട് ഇതിലേക്ക് ഇറങ്ങുക. അപ്പോൾ അതും ഇതുമായിട്ട് ഭയങ്കര അന്തരമുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് നമുക്കൊരു ഹോട്ടൽ തുടങ്ങാനോ ഓപ്പറേറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അതിന് അതിൻ്റെതായ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുകയും അതിൽ പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോട്ടലിൻ്റെ ഒരു സ്കെയിലിംഗ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഫുഡിൻ്റെ ക്ലാരിറ്റി, അത് നമ്മളെപ്പോലുള്ള ആളുകളുടെ അടുത്തൊക്കെ വന്ന് നിന്ന് ചെയ്ത് നിങ്ങളെ റെസിപ്പി കറക്റ്റ് ചെയ്ത് കഴിച്ച് നോക്കിയെങ്കിലാണ് നിങ്ങൾക്ക് ആ ക്ലാരിറ്റി ശരിക്കും കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എറണാകുളത്തൊക്കെ ബർഗർ ചെയ്ത ഒരാൾ ചീര വെച്ചിട്ടുള്ള ബർഗറൊക്കെ, കാരണം അദ്ദേഹത്തിന് ചീര ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, ഫ്ലോപ്പായി പോയി, 8 നില 10 നില പൊട്ടിപ്പോയി. അപ്പോൾ അതിന്ന് മൊത്തത്തിൽ പറഞ്ഞു വരുന്നത്,
യൂട്യൂബ് എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ചില സമയത്ത് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പുഴയിലും കുഴിയിലൊക്കെ ചെന്ന് വീഴും. അതേപോലെ യൂട്യൂബിനുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ അറിവ് എടുക്കുമ്പോൾ ആ ക്ലാരിറ്റി ഉള്ള ആളുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അറിവെടുത്ത് അതിനെ പെർഫെക്റ്റ് ആക്കി അതിനൊരു റെസിപ്പി മോഡിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം ട്രൈ ചെയ്യുക. അല്ലാതെ നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും പണി പാലും വെള്ളത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കിയിട്ട് ഇതിൻ്റെ ഒരു വിശകലനമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ അടിക്കാത്തവർ അത് അടിക്കുക. അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരും. നമ്മൾ പുതിയ എപ്പിസോഡ്സ് ഇടുമ്പോൾ അതും പെട്ടെന്ന് കിട്ടും. അതുപോലെ ഇതൊക്കെ എപ്പോഴെങ്കിലും അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ കണ്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് കിട്ടും. നിങ്ങളെ വല്ല കൂട്ടുകാർ ഹോട്ടലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നല്ല ഭക്ഷണം കിട്ടേണ്ട അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാധനം ഇപ്പോഴേ തട്ടിക്കോ. കൺഗ്രാറ്റ്സ് ഫോർ വാച്ചിങ്. വരട്ടെ, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. ഓക്കെ, ബൈ ബൈ.